ഹലോ, ഞാൻ സുനീസ ജി രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മാറ്റുക, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതനും ശ്രേഷ്ഠമാകട്ടെ. എല്ലാവരും ആമയും പറഞ്ഞ് ഏറ്റെടുക്കണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. എന്നോട് ഇവിടെ വരുമ്പോൾ എല്ലാവരും പറയാറുണ്ട്. എല്ലാവർക്കും ഒത്തിരി സന്തോഷമാണ്. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാണൊക്കെ നമ്മുടെ സ്വപ്നമല്ലേ. അപ്പം നമ്മൾ അങ്ങനെ തന്നെ മക്കളെ അനുഗ്രഹിക്കുക. ഈ പൗലോ കുഞ്ഞിനെ എന്നും കുഞ്ഞു വീഡിയോയിൽ കാണിക്കുകയും അപ്പം ഞാൻ എന്നും ഇങ്ങനെ വചനം ചൊല്ലും. പൈതൽ ലൂക്കോസ് 2:40 പൈതൽ മക്കളെല്ലാവരും അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. പൈതൽ വളർന്നു, ജ്ഞാനത്തിൽ നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയെ എൻ്റെ കൊച്ചിനോടൊപ്പം ഉണ്ടായിരുന്നു. ആമേ പറയും പൗലോ കുഞ്ഞ്. പൗലോ കുഞ്ഞ് ഇങ്ങനെയാണ് പൈതൽ വളർന്നു എന്ന് പറയുമ്പോൾ രണ്ട് കൈ തലയെ കൈ മുറുക്ക പിടിച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിപ്പാണ്. അത് കഴിച്ചിട്ട് ആമേ പറയും. അപ്പം നമ്മൾ അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മക്കൾ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകും. ഞാൻ വലിയ സാക്ഷ്യം കേട്ടതാണ്. ലൂക്കോസ് 2:40 കേട്ടോ. ഇന്നത്തെ വചനം അതാകട്ടെ. ലൂക്കോസ് 2. അപ്പോൾ മക്കളെ അത് പറഞ്ഞ് അനുഗ്രഹിക്കുമ്പോൾ അത് തന്നെ ക്രിയ ചെയ്യും. അവരെ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകും. ഒരു കൊച്ചുകുട്ടൻ പഠിക്കില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്തോ സ്കൂളിൽ നിന്ന് കംപ്ലൈൻറ്റ് വന്നിട്ട്, ഞാനിത് ഒരു പ്രാവശ്യം പറഞ്ഞത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്കാണ്. എങ്ങനെ ഹെവൻലി ഫീസിലെ തോമസ് ബ്രദറിൻ്റെ അടുത്ത് അമ്മ കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ ഈ വചനം എന്നും ചൊല്ലാൻ പറഞ്ഞു. കൊച്ചിൻ്റെ തലയെ കൈവച്ച് സ്കൂളിൽ പോകുമ്പോൾ പൈതൽ ലൂക്കോസ് 2:40 അത് പഠിച്ചെടുക്കുക. എനിക്കത് പാട്ട് പോലെ അറിയാം. ഇപ്പോഴും പൗലോ കുഞ്ഞിനെ അങ്ങനെ അനുഗ്രഹിക്കുമല്ലേ. അപ്പോൾ ആ കൊച്ച് +2 റാങ്ക് മേടിച്ച കൊച്ച്. അപ്പോൾ അതിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടതാണ്. അപ്പം അത്രയ്ക്കും ദൈവത്തിൻ്റെ ആ ജ്ഞാനത്താൽ ആ ശക്തി വചനം ക്രിയ ചെയ്യും. നമ്മൾ വചനം പറയുമ്പോൾ യേശു കർത്താവാണ് അങ്ങനെ പറയുമ്പോൾ എന്നാ തോന്നണേ? ഒന്നും തോന്നില്ല. പക്ഷേ കർത്താവാണെന്ന് പറയുമ്പോൾ കർത്തൃത്വത്തിലേക്ക് നമ്മൾ പയ്യെ നീങ്ങും. ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക്. വചനം എന്ന് പറഞ്ഞാൽ ജീവനുണ്ട്. നമ്മൾ യേശു എൻ്റെ കർത്താവിനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചില്ലേലും ദൈവം അത് ആ വചനം ഇങ്ങനെ ക്രിയ ചെയ്ത് യേശുവിൻ്റെ ആ ഭരണത്തിൻ്റെ ആ ദൈവരാജ്യത്തിൽ നമ്മളെ ആക്കി ആ പരിശുദ്ധാത്മാവിനെ നമ്മളെ നിറച്ച് ദൈവ മക്കളാക്കും. നമുക്കത് ഭയങ്കര വിലയേറിയതാട്ടോ വചനം. അപ്പോൾ ഇന്ന് ക്രിസ്മസൊക്കെ എവിടെ വരെ എത്തി? എല്ലാവരെയും ആ ക്രിസ്തുമസിൻ്റെ യേശുബ്രാൻ്റെ സമാധാനം, ക്രിസ്തുമസിൻ്റെ അല്ല, ക്രിസ്തു ജനിക്കുന്നത് എല്ലാ വർഷവും നമ്മൾ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കുക. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടതെന്ന് ഓർത്താൽ മതി. നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ, നമ്മളിൽ വസിച്ചാൽ ലോകത്തിൻ്റെ ചരിത്രം പോലെ AD BC പോലെയാവും. ചരിത്ര പുരുഷൻ നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചരിത്രം അങ്ങനെ രണ്ടാകും കേട്ടോ. അത് ശ്രദ്ധിച്ചോട്ടോ. അപ്പോൾ യേശു എന്ന് പറഞ്ഞാൽ ചില്ലറയാളല്ല. കുഞ്ഞ് യേശുവിനോടല്ല പ്രാർത്ഥിക്കേണ്ടത്. 30 വയസ്സ് കഴിഞ്ഞ് 3.5 വർഷം പ്രസംഗിച്ച വചനമാണ് യേശു. അല്ലാണ്ട് കുഞ്ഞേശുവിനൊന്നും നമ്മൾ ചെയ്തു തരാൻ പറ്റില്ല. 30 വർഷം യേശുബ്രാൻ ഒന്നും ചെയ്തില്ല ഭൂമിയിൽ. അപ്പോൾ പിന്നെ പ്രസംഗിച്ചത് ദൈവത്തിൽ നിന്നും വന്ന വാമൊഴിയാൽ പറഞ്ഞ വാക്കുകളാണ്. അതാണ് നമ്മൾ കേട്ടനുസരിക്കേണ്ടത്. അതാണ് ദൈവം. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മളെ ദൈവരാജ്യത്തിലാക്കണത്. ആ വചനമാണ് നമ്മളെ മാനസാന്തരം ഉണ്ടാക്കി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ക്രിസ്തുയേശുവിലാക്കണേ. ഇനി ഞാൻ നീട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണില്ല. നമുക്കിടെ അതിമനോഹരമായ വീഡിയോസ്. ഇന്ന് സാരിയുടെ ആട്ടോ കുറേ വെറൈറ്റി ഉണ്ട്. ആദ്യം ഒരു ഒറിജിനൽ ക്രേപ്പിൻ്റെ സാരി ആട്ടോ. ക്രോഷിയോയുടെ സാരി. നമ്മൾ ഇതിൻ്റെ ചുരിദാർ സെറ്റൊക്കെ കാണിക്കാറുണ്ട്. ക്രോഷിയോയുടെ ഫുള്ള് ക്രോഷിയോയാട്ടോ. 2 വശവും ക്രോഷിയോയാണ്. ഇതിലേക്ക് ക്രോഷിയോ വർക്ക് എന്ന് പറയുമ്പോൾ ഹാൻഡ് വർക്കാട്ടോ. പണ്ട് ഹോം സയൻസ് പഠിച്ചവർക്കൊക്കെ അറിയാം. ഞാനൊക്കെ പഠിച്ചത്, എനിക്കൊക്കെ അറിയാം. ഒരു സൂചി വെച്ചിങ്ങനെ സൂചി എന്ന് പറഞ്ഞാൽ ഒരു വളഞ്ഞിരിക്കും ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ തുന്നല. ഇതിൻ്റെ ഇങ്ങനെയാട്ടോ. ഇത് മുന്താണിയാണ്. ഇതാണ് ബോഡി ഭാഗം. ഞാൻ ഫുൾ കാണിച്ചു തരാം. ബ്ലൗസ് പീസ് അതും വെച്ചിട്ടൊരു ഫോട്ടോയുടെ എടുക്കാം കേട്ടോ. ബ്ലൗസ് പീസ് ഉണ്ട് വേറെ. ഇതാട്ടോ ഉള്ളു. നല്ല രസമുള്ള 2-3 കളേഴ്സ് ഞാൻ എടുത്തിട്ടും ഉള്ളൂ. 1990 ആണ്. നല്ല വിലയുണ്ട്. ഒറിജിനൽ ക്രേപ്പ് ആട്ടോ. ഡ്രൈ വാഷ് ചെയ്യണേ. ഒറിജിനൽ ക്രേപ്പാണ്. ബ്ലൗസ് പീസ് ഇതാട്ടോ. 1990 വില. ഒറിജിനൽ ക്രേപ്പാണ്. ഡ്രൈ വാഷ് ഒളിന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. എനിക്കിതിൻ്റെ 2 ഷെയ്ഡേ ഇഷ്ടപ്പെട്ടുള്ളൂ. ഇതും നല്ല രസമാണ്. ഈ കളറൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കര ഫേസിന് കളർ കിട്ടും.
നമുക്ക് ഫങ്ഷൻ ഒരു വെറൈറ്റി സംഭവമായിട്ട് നമുക്ക് കൊടുത്തുകൊണ്ട് പോകാം. എന്നും ഈ ഒരേ മോഡൽ കണ്ടപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വെറൈറ്റി അല്ലേ ഇഷ്ടം. അപ്പം ഭയങ്കര ഒതുക്കം കിട്ടും. ഞാൻ ഓർക്കും ദൈവം ഇങ്ങനത്തെയൊക്കെ ഒത്തിരി നല്ല സാരികൾ വരട്ടെ. അപ്പോൾ വണ്ണമൊക്കെ കുറവ് തോന്നിക്കുമല്ലോ ഇപ്പോൾ കാഞ്ചീപുരം ഉടുക്കണേക്കാളൊക്കെ. ഇത് നമ്മുടെ കാഞ്ചീപുരം ബനാറസ് സാരിയുടെ സെമി. നിങ്ങൾ ഓർക്കണ്ട, കാഞ്ചീപുരം ബനാറസ് സാരി ഇങ്ങനത്തെ ഒരെണ്ണത്തിന് 10,000-12,000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇതൊരു മാറ്റ് ഫിനിഷിംഗ് ആണ്. 14,490 ആട്ടോ ഇതിൻ്റെ വില. ബ്ലൗസ് പീസ് സ്റ്റഫ് ഒത്തിരി സോഫ്റ്റ് ആട്ടോ. ബ്ലൗസ് പീസ് ഇങ്ങനെ ഒരു ടിഷ്യൂ മോഡൽ, ബോർഡർ ഇങ്ങനെയുണ്ട്. ദേ ഭയങ്കര സോഫ്റ്റാണ്. ഉള്ളപ്പടി ഒരു ബനാറസ് ഇതുണ്ട് കേട്ടോ. ദേ ഇത് പോയിട്ടുണ്ട് കുഞ്ഞ് ഇങ്ങനെ സൂപ്പർ സംഭവം കേട്ടോ. 1490 ആണ്. അത് കണ്ടോ എന്ത് സോഫ്റ്റാണ്. ആ തുണിയുടെ വ്യത്യാസത്തിലാട്ടോ 1490 ആയേ. കണ്ടോ ആ സാരി മൊത്തം വച്ചിട്ട് ഇത്രയേ ഉള്ളൂ. ദേ ഇത്രയേ ഒതുങ്ങും. ഭയങ്കര സോഫ്റ്റാണ്. 1490 ഉള്ളൂ. ഇപ്പോൾ അപ്പടി ഫങ്ഷൻ്റെ സമയമാണ്. ഈ ഒരു സെയിം സാധനം നമ്മൾ ഒറിജിനലെടുത്താൽ ഇതുപോലെ ഒതുങ്ങോ ഇല്ല, കണ്ടാൽ തിരിച്ചറിയോ ഇല്ല. ഒറിജിനലിന് കാശ് ചെറുതൊന്നും അല്ല കൊടുക്കേണ്ടത്. 12,000 അല്ല 12,000 മുതൽ തുടങ്ങും. യെല്ലോ നല്ല കളർ ചാർട്ടും കേട്ടോ. 1490 വിലയുള്ളൂ. പെട്ടെന്ന് എടുത്തോ. ബ്ലൗസ് പീസ് ഞാൻ പറഞ്ഞില്ലേ ഒരു ടിഷ്യൂ മോഡൽ ബ്ലൗസ് പീസാണ്. അടിപൊളി ഒരു ബ്ലൗസ് പീസാണ്. ഇത് കണ്ടോ പീച്ച് നല്ല പീച്ച് എന്ന് പറഞ്ഞാൽ റോസ് ഗോൾഡ് പോലെ ഇരിക്കും. സൂപ്പർ. അതിൻ്റെ ബോർഡറും ഇതും അല്ലാതെ ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു മാലയുടെ ഇട്ട ഭയങ്കര എലഗൻ ലുക്കായിരിക്കും. അടിപൊളി സൂപ്പർ. ഇത് ബ്ലൗസും ഇത് ഭയങ്കര ഗ്രാൻഡ് ലുക്കായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ ലിനൻ സാരി ബ്ലാക്ക് ഒറ്റ പീസ് താഴെ ആൾക്കാർ വന്ന് ചോദിച്ചിട്ടില്ലായിരുന്നു. പുതിയ കെട്ട് വന്നതാണ്. നമുക്കിടെ പഴയ വില തന്നെ 1299. സൂപ്പർ സംഭവം കേട്ടോ. ഇത് എനിക്കറിയാൻ പാടില്ല. ഇത് ലിനൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നവരൊക്കെയാണ് ലിനൻ അറിയാൻ പാടില്ലെങ്കിൽ പഴന്തുണി പോലെയെന്നാണ് ലിനനെ പറയണേ. അപ്പോൾ പണ്ടൊക്കെ ആദ്യം നമ്മൾ കാണിച്ചപ്പോൾ അയ്യോ ഇതിനൊരു ബും ലുക്കില്ലെന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ലിനനൊക്കെ അറിയാമല്ലോ. ലിനൻ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് പ്രിൻ്റ് സിൽക്കിൻ്റെ സാരി ഉടുക്കണേക്കാളും സുഖമാണ്. അതിനേക്കാളും ഒരു സ്റ്റാൻഡേർഡുമാണ്. ഇങ്ങനെ ഉടുക്കാൻ ഭയങ്കര സുഖമാണ്. ലിനൻ്റെ നമ്മൾ ഷർട്ടൊക്കെ ഇല്ലേ മീറ്ററിന് 2,000 രൂപ മീറ്ററിൻ്റെ അതൊക്കെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ അവശത പിടിച്ച്. അതാണ് ലിനൻ. അത് സ്റ്റാർച്ച് ചെയ്ത് പടി പോലെയൊക്കെ കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ ഇതിന് സ്റ്റാർച്ചിങ് അല്ല കേട്ടോ ഭംഗി. ഇതിങ്ങനെ സോഫ്റ്റായിട്ട് ബ്ലൗസ് ഇത് ഇങ്ങനെ പ്ലെയിൻ വന്നിട്ട് ഇതിൻ്റെ ബോർഡർ 1299 ഉള്ളൂ. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്താൽ ഒരു പ്രത്യേക ഭംഗിയല്ലേ. നല്ലൊരു സൗന്ദര്യമാണല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്. ഇതിൻ്റെ ബ്ലൗസ് എല്ലാത്തിൻ്റെയും പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ ബോർഡർ ആട്ടോ. 1299. ചൂടെന്ന് പറഞ്ഞില്ല ഇങ്ങനെ സുക്ക വഴി. നല്ല പുതിയ കെട്ടാണ്. നല്ല ഒത്തിരി ഡിസൈൻ വന്നിട്ടുണ്ട്. 1299 ആണ്. അടിപൊളി സംഭവങ്ങളാണ് ഇത്. ബ്ലൗസ് ഇതാണ്. 1299 ഉള്ളൂ. സൂപ്പർ സംഭവം. ഇനിയൊരു സെമി ടെസർ സാരി ഉള്ളപ്പടി ഇങ്ങനെ ഇതുണ്ട്. ബ്ലൗസ് മുന്താണിയൊക്കെ ഒരു ഗോൾഡൻ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബും ലുക്കും തോന്നിച്ചോളൂ. അത്യാവശ്യം ഫങ്ഷൻ കൊടുക്കാൻ ബ്ലൗസ് പീസ് പ്ലെയിന്. റേറ്റ് എത്രയാണ്? 999 ആട്ടോ വിലയുള്ളൂ. 999 വിലയുള്ളൂ. നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ വേറെ ഡിസൈനുകൾ. പക്ഷെ നല്ല ഡിമാൻഡുള്ള എപ്പോഴും നമുക്ക് അത്യാവശ്യം ഫങ്ഷന് കൊടുക്കാം.
അല്ലാണ്ടും എടുക്കാം. നല്ല കളർ ചാർട്ടും ആട്ടോ. 999 ഉള്ളൂ. ബ്ലൗസ് പീസ് പ്ലെയിനേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിച്ചു പോവാം കേട്ടോ. ബ്ലൗസ് പീസ് പ്ലെയിനാണല്ലോ, പിന്നെ ബ്ലൗസ് കാണിക്കേണ്ട കാര്യമില്ല. $999 പ്ലെയിൻ ബ്ലൗസ് പീസ്. നല്ല പേസ്റ്റ് പിങ്ക്, നല്ല കളർ ചാർട്ടാട്ടോ ഇതിൻ്റെ. ഇതെടുക്കാൻ തന്നെ കാരണം ഇതിൻ്റെ കളർ ചാർട്ടാണ്. സൂപ്പർ കളർ ചാർട്ടുകളാണ്. ഗ്രാൻഡ് കളർ ചാർട്ടും ഭയങ്കര സോഫ്റ്റ്. ഇതേ കേട്ടോ, ഇങ്ങനെ ഒതുങ്ങണ കേട്ടോ. സാരി മൊത്തം വെച്ചിട്ട് ഇത്ര ഒതുങ്ങണ സ്റ്റഫാട്ടോ. ഇനി ഇത് വടി പോലെ വേണമെങ്കിൽ സ്റ്റിഫ് ആൻഡ് ഷൈൻ കഴിഞ്ഞാൽ മതിയേ. 999 വിലയുള്ളൂ. ഇനി നിങ്ങൾക്ക് നമ്മൾ റീസ്റ്റോക്ക് ആട്ടോ. ഇത് എപ്പോഴും എന്തോരം കൊണ്ടുവന്നാലും പിന്നെയും ക്രോഷിയോയുടെ കോട്ട. അതിൽ ഒരു കൊച്ചു കൊടുത്തുകൊണ്ടിരിക്കാൻ കണ്ടപ്പോൾ എനിക്ക് അന്നേരമാണ് ഈ സാരിയോട് കൂടുതൽ ഭയങ്കര ഭ്രമം തോന്നി. അത് ഏത് സാരി കൊടുത്താലും എല്ലാവരും കൊടുത്താൽ ഭംഗിയായിരിക്കും കേട്ടോ. ആ മോള് ഞാൻ ഓർത്ത് ഏതോ ഫിലിം സ്റ്റാറിൻ്റെ ഇട്ടേക്കുവാണോ നമ്മുടെ രേവതി വെഡ്ഡിങ് കളക്ഷനിൽ നോക്കും. ആ മോളിട്ടേക്കണത് ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടോ, ഒരു രാജാരവിയർ പപ്പടം പോലെ യേശുവിൻ്റെ കൃപയാൽ ഈ മോളെ യേശുമ്പരാൻ അനുഗ്രഹിച്ച് എല്ലാ അനുഗ്രഹത്താലും നിറയ്ക്കട്ടെ. സർവ്വ നന്മയാലും അനുഗ്രഹിക്കട്ടെ. എന്ത് രസമല്ലേ. അപ്പോൾ ഈ കളർ തന്നെയല്ല, അത് ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഈ കോട്ടാ സാരി നമ്മുടെ ഹാപ്പി കസ്റ്റമറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മോളെ ഇതിൻ്റെ കൂടെയൊക്കെ വൈറ്റ് ബ്ലൗസ് ഇട്ട് എന്ത് ഭംഗിയായിരിക്കും നോക്കി, റാണി പിങ്കിൻ്റെ കൂടെ. അപ്പോൾ ഈ ബ്ലൗസ് ഇട്ട് അങ്ങനെ ഇട്ടാലും ഫോട്ടോ എടുത്താലും നല്ലതായിരിക്കും, നല്ലൊരു ഇതൊക്കെ. അപ്പം നമുക്ക് ചുമ്മാ കോട്ടൺ സാരി എങ്കിൽ ആ മോൾ കൊടുത്തപ്പോൾ സിൽക്ക് സാരി കൊടുക്കണേക്കാളും ലുക്കായില്ലേ. അപ്പോൾ നമ്മൾ അവതരിപ്പിക്കുക. പണ്ട് എൻ്റെ ആൻറ്റി ഇങ്ങനെ പറയാറുന്നേ, ഞാൻ എപ്പോഴും ഒരു ബിന്നി സിൽക്കിൻ്റെ കഥ പറയില്ലേ. ആരാണ്ട് കോളേജിൽ ഒരു കൊച്ച് ഇങ്ങനെ കൊടുത്തു. അപ്പോൾ മുതൽ ബിന്നി സിൽക്ക് വേണമെന്ന് പറഞ്ഞു. ആരും പൈസ തരില്ല കേട്ടോ. ഇപ്പോഴത്തെ ഒരു പവൻ്റെ സ്വർണ്ണം മേടിക്കാൻ തോന്നുന്നു 2000 ഏതാണ്ടായിരുന്നു ബിന്നി സിൽക്ക് സ്വർണ്ണത്തിന് അത്രയുണ്ട്. അപ്പോൾ നീ ഒരു കോട്ടൺ സാരി എടുത്തോണ്ട്. എൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, വലിയ ബുദ്ധിജീവിയാട്ടോ. വലിയ ആൻറ്റി പറയും, നീ കോട്ടൺ സാരി എടുത്തോണ്ട് റെയർ ആകട്ടെ കുഞ്ഞോളെ, എല്ലാവരും അത് എടുക്കുമ്പോൾ നീ അതിലെങ്ങനെ നിൽക്കുമ്പോൾ നിനക്കത് മതി. ഞാൻ കൂടെ നല്ലൊരു കറിയോ എനിക്ക് ബിന്നി സിൽക്ക് സാരി മേടിച്ച് തന്നു കേട്ടോ. എൻ്റെ അപ്പൻ ആദ്യമായിട്ടൊരു സാരി മേടിച്ചതാണ്. അല്ലാണ്ട് വീട്ടിൽ നിന്ന് കാശെടുത്താൽ ഞാൻ ജീവിക്കണേ എപ്പടി, അതെല്ലാം എൻ്റെ അപ്പൻ്റെ. പക്ഷേ ഈ അപ്പൻ്റെ ശമ്പളത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തൊക്കെ തരും, ചാച്ചനൊക്കെ തരാൻ ഭയങ്കര പണിയര. സ്തോത്രം. ഇങ്ങനെ പണ്ടത്തെ അപ്പന്മാരെല്ലാം അങ്ങനെയല്ലേ, ഇങ്ങനെ എന്ത് ഭംഗിയാന്ന് നോക്കി. യേശുപ്പാസ് ഇത് കണ്ടോ, അതീവ മനോഹരം. അപ്പോൾ ഇതിനൊക്കെ ഈ വൈറ്റ് ബ്ലൗസ് ഇട്ട് ആ കൊച്ചിട്ട പോലെ 1 ലെയർ ഇങ്ങനെ ഇട്ടാലും ഭയങ്കര രസമാണ്, കുത്തിയാലും ഭയങ്കര രസമാണ്. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. 1299 അല്ലേ, 1299 ആണ്. ഇതിൻ്റെ എല്ലാ കളേഴ്സും ഭയങ്കര. ആ മോളിട്ടേക്കുന്നത് ഇവിടെ വീഡിയോയിൽ പോകില്ലാത്ത കളറായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കി. അതാണ് നമ്മൾ കളറൊക്കെ അതാ ഉടുക്കണതും പ്രസൻറ്റ് ചെയ്യണതിൻ്റെയും അവസ്ഥയാണ്, ഭംഗിയാണ്. ഇത് ഇതിൻ്റെ അരികത്തൊക്കെ ഒരു ക്രോഷ്യോ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇടാം, ഇതിൻ്റെ കൂടെ ഇടാം. 1299 ഉള്ളൂ. ഇത്രയും ഹാൻഡ് വർക്കാണ്, ഇത്രയും ക്രോഷ്യോ കോട്ടയിലാണെന്ന് ഓർക്കണം. ഭയങ്കര രസമുള്ള സംഭവമാണ്. $1299 ഉള്ളൂ. യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ സാരി ആട്ടോ. എല്ലാ കളേഴ്സും നല്ലതാണ്. ഇത് ഭംഗിയാണെങ്കിൽ യെല്ലോ. ഞാൻ ഇതിൻ്റെ പണ്ട് എനിക്കൊരു പ്ലെയിൻ സാരി ഉണ്ടായിരുന്നു യെല്ലോ. ഇതെന്തോ വർക്ക് ചെയ്ത് ഇത് ഭംഗിയല്ലേ. ഇനി ഈ ബ്ലൗസൊക്കാലും മതി. ഇത് രസമാണ്. ഒരു മെറൂൺ മുത്തുമാലയൊക്കെ. അപ്പോൾ ഞാനൊരു മാല മേടിച്ചതല്ല 10,000-14,000 രൂപ. ഇതുവരെ എന്നൊക്കെ എടുത്ത് കിട്ടൂല. അത് ഇടുമ്പോൾ എന്നെ കണ്ടാൽ മേനയില്ല. അത് എന്തിനെ മേടിച്ചു എന്നറിയാൻ പോകും. കുഞ്ഞു വാങ്ങി ഒന്നും ഇടുകയില്ല. കുഞ്ഞുവിന് കുറേ സാരി മതി. സ്വർണം പേളൊക്കെ കെട്ടി കുഞ്ഞുവിനെ ഞാൻ സിംഗപ്പൂർ പോയപ്പോൾ പേളും മേടിച്ചോണ്ട് വന്നു. വില കൂടിയ പേളൊക്കെ. എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. കുറേ സാരി എടുത്തു കൊടുത്താൽ വലിയ സന്തോഷം. നല്ല രസമായിട്ട് ഇതൊക്കെ കൊടുത്താൽ 1299.
ഇനി നമ്മുടെ കാന്താ വർക്കിൻ്റെ സാരിയും വന്നിട്ടുണ്ട് കേട്ടോ. കാര്യം റീസ്റ്റോക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് വിറ്റ് തീരുകയാണ്. ഹാൻഡ് വർക്കാണ് ഇത്. ഒന്നെടുക്കണ മനുഷ്യർക്കറിയാം ഇതിൻ്റെ ഗുണം. ഉടുത്ത് കണ്ടാൽ രാജകീയ ലുക്കാണ്. താഴത്തോട്ട് എല്ലാം ചാടി. ഫുൾ ഹാൻഡ് വർക്കാട്ടോ. ഇത് മുന്താണി നിറച്ച് വരും. ബാക്കിയുള്ളയിടം ദേ ഇങ്ങനെ കറക്റ്റ് കളറിൻ്റെ കളറ് കറക്റ്റാണോ? ദേ ഇങ്ങനെ ഉള്ളപ്പടി ഇങ്ങനെ. അയ്യോ അങ്ങനെ എടുക്കല്ലേ ഫോട്ടോ. ബ്ലൗസ് പീസ് പ്ലെയിൻ വന്ന ഒറിജിനൽ ടെസറില്ലായിരുന്നോ? ഒറിജിനൽ ടെസറിൽ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നോ? ഒറിജിനൽ ടെസറിൻ്റെ അതേ മോച്ചായല്ലേ നോക്കി ഈ ടെസറിനും. പ്ലെയിൻ ഒറിജിനൽ ടെസർ. അതിൻ്റെ ഇതിങ്ങനെ കയ്യിൽ വർക്കും വരും. ആർക്ക് കൊടുത്താലും ഒരു അസറ്റ്. അവർ കൊടുത്താലും സൗന്ദര്യം കഴിയാലും പോകില്ല. ഞാൻ ഗ്യാരണ്ടി. സാരി എന്ന് നമ്മൾ പറയണ ഒരേ ഒരു സാരിയാണ്. വേറെ സാരി ഒന്നും പോകുന്നില്ല കേട്ടോ. ഇത് അതിൻ്റെ വേറെ പ്രിൻ്റ് കേട്ടോ. പിങ്കിൽ തന്നെ വേറെ പ്രിൻ്റ്. എല്ലാം നല്ല അടിപൊളി കളേഴ്സും. കെട്ട് വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ കിട്ടുള്ളൂ. പുത്തൻ കെട്ട് വരുമ്പോൾ കുറേ നല്ല കളേഴ്സൊക്കെ കിട്ടും. ഇത്ര രസം നോക്കി യെല്ലോയൊക്കെ. രമോ അടിപൊളി സംഭവം. ഇതിൻ്റെ മുന്താണി ഇങ്ങനെ ഉള്ളത് ഇങ്ങനെ കുത്തുന്നേടം നമ്മൾ കാണുന്നേടം അപ്പടിയും എംബ്രോയ്ഡറി ആട്ടോ. ഇവിടെ ഗ്യാപ്പ് കണ്ടിട്ട് അത് ഉള്ളിൽ പോണ സംഭവമാണ്. അപ്പോൾ 129 അല്ല 1199 1199 ഉള്ളൂ കേട്ടോ. 1199 യെല്ലോയുടെ വേറെ പ്രിൻ്റ്. ഇതിൻ്റെ ഉള്ളിങ്ങനെയായിരിക്കും. ഉള്ളെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് മുന്താണിയാലോ. ഉള്ളൊക്കെ നല്ല തിക്കൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ സാരികളാണ്. തിക്കായിട്ട് വർക്ക് ചെയ്തതെന്ന് ഓർത്ത് നോക്കുക. നമ്മളിവിടെ വിൽക്കുമ്പോൾ 1199 ആണെങ്കിൽ 2-3 ദിവസം ഇരുന്ന കൈ തുന്നണേ. അവർക്ക് എന്നാ കിട്ടണുണ്ടല്ലേ യേശുവേ. ഏതോ നാട്ടിൽ നിന്ന് അവരവിടെ ഇരുന്ന് വീടുകളിൽ കൊടുത്തിട്ട് വീടുകളിൽ ഇരുന്ന് ചെയ്യണയായിരിക്കുമേ. അപ്പോൾ ഇങ്ങനെ മുറ്റത്തൊക്കെ ഫ്രെയിം ഇട്ടൊക്കെ അല്ലേ പണ്ടത്തെ. അങ്ങനെയൊക്കെ അയൽവക്കംകാരും എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുന്നുമായിരിക്കും. അങ്ങനെയായിരിക്കും. അപ്പോൾ രസമായിരിക്കും. വിഷമമൊന്നും കാണില്ല അവർക്ക്. ഇങ്ങനെ നമ്മുടെ ഈ സൂറത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഓരോരുത്തരുടെ തലയിലെ കെട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അല്ല അവർക്കത് കുഴപ്പമില്ല. അവർക്ക് ആ ഇങ്ങനെ ഇതിൻ്റെ പ്രിൻ്റ് വേറെ. അവർക്കത് ഭാരമായിട്ട് തോന്നല്ല. സ്ഥിരം ചെയ്യുമ്പേ എന്ന് പറഞ്ഞ പോലെ അവർക്കിത് ഒരു സ്ഥിരം ചെയ്ത് 2 ദിവസം മതിയായിരിക്കും. അടിപൊളി അടിപൊളി. എന്താ ഗ്ലാമറല്ലേ ഈ യെല്ലോയുടെയൊക്കെ. ഓ എന്ത് ഭംഗിയുള്ള കളറുകളെ ഇത്തവണ വന്നേക്കണേ. അപ്പടിയും തീരും കേട്ടോ. അങ്ങനെ ഇത്രയും ഭംഗിയുള്ള കളേഴ്സ് കിട്ടിയിട്ട് കുറേ നാളായി. 1199 ഉള്ളൂ. ഇനി എല്ലാവരുടെയും പ്രിയപ്പെട്ട ബേജ് കളർ. എല്ലാ കളറും എല്ലാവർക്കും ഇഷ്ടമാണ്. ബേജ് കളറിൻ്റെ കുറേ എംബ്രോയ്ഡറി വ്യത്യാസം ഇനിയുണ്ട്. ഇനിയുണ്ട് ഞാൻ ഓർക്കാം. ഇത് നല്ല സൂര്യന് ഉദിക്കണ യെല്ലോ കേട്ടോ. ഓറഞ്ച് കൂടിയല്ലോ. ഇത് ഓറഞ്ച് കൂടി യെല്ലോയാണ്. ഈ കളർ ഇഷ്ടമുള്ളവർക്ക് ഈ കളറും എടുക്കാം. അപ്പോൾ ഇങ്ങനെ ബ്രൈറ്റ് കളർ വലിയ ഫാഷനായിട്ട് വരുമല്ലേ. ഇത് ചാമ്പങ്ങ പീച്ച്. ഇത് കൊടുത്താൽ പിന്നെ മുഖത്ത് റോഷ് ഇടണ്ട. അടിപൊളി അടിപൊളി കളറ്. സൂപ്പർ കളറ്. ചാമ്പങ്ങ പീച്ച്. എന്ത് മനോഹരമായ സംഭവം. നിങ്ങൾ ഈ തവണ ക്രിസ്മസിന് തന്നെ ഉണ്ടാക്കണേ. ഞാൻ പിടി ഇറച്ചിയല്ല ഉണ്ടാക്കണേ. ബിരിയാണി. യേശുവിൻ്റെ കൃപയ ബിരിയാണി ഉണ്ടാക്കണം. സഹായത്തിന് ഒരാൾ കാണും. എന്നാലും ഞാനുണ്ടാക്കിയത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. കള്ളം പറയരുതല്ല പറയണേ. ബിരിയാണി പിന്നെ കപ്പയിറച്ചിയില്ലേ മുഴനെഞ്ചൊക്കെ ഇട്ട് അത് രണ്ടും ഉണ്ടാക്കണം എന്ന് ഓർത്തുകൊണ്ടിരിക്കണം. ഞായറാഴ്ച ഉണ്ണിക്കുട്ടനും കുഞ്ഞുമൊക്കെ വരുമെന്ന് പറഞ്ഞാൽ പൗലോ കുഞ്ഞുമൊക്കെ. ഈ സാരി കണ്ടോ. ഇത് ഭയങ്കര രസമുള്ളൊരു സാരി കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളു കണ്ടോ. ഇതിങ്ങനെ ഭയങ്കര വില കൂടിയ സിൽക്കിലല്ലേ ഇങ്ങനെ വന്നേ.
എൻ്റെ അരികത്ത് ഇത് ഉള്ളിലേക്കൂടി ഒരു നൈസ് ഗോൾഡൻ ഇത് ഭയങ്കര നല്ല സാരി കേട്ടോ. സ്റ്റഫ് ഇതെന്നാ വില? 1199 ഉള്ളൂ കേട്ടോ ഇതിൻ്റെ വില. പക്ഷെ നല്ല സാരിയാണ്, ഭയങ്കര നല്ല സ്റ്റഫാണ്. എന്താണ് ഇത് കണ്ടോ, നല്ല രസമുണ്ട്. ബ്ലൗസ് പ്ലെയിൻ ആട്ടോ. 1199 ഉള്ളൂ കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഇത് കാണിക്കണം, അത് കാരണം പെട്ടെന്ന് തീരും. ഒരു ഫങ്ഷൻ ഇടാം, ഒരു ചെറിയൊരു ഗോൾഡൻ നൈസ് ചെറിയുള്ള കാരണം ഒരു ഫങ്ഷൻ ഇടാനും നല്ലതാണ്. 1199 ഉള്ളൂ. അതിൻ്റെ കളർ ചാർട്ടും ഡാർക്ക് കളേഴ്സ് ആട്ടോ, ഡാർക്ക് കളർ പീസ് ചാർട്ടൊന്നുമല്ല, നല്ല റെഡിഷ് മെറൂൺ, നല്ല കളർ ചാർട്ടുമാണ്. സൂപ്പർ സംഭവം. 1199 ഉള്ളൂ. അടിപൊളി സംഭവം. ഇത് പെട്ടെന്ന് എടുത്തോട്ടോ, എന്നിട്ട് പിറ്റേ ആഴ്ച വരുമ്പോൾ ഇവിടെ ഈ ടീൽ ബ്ലൂ ഈ സ്ക്രീൻഷോട്ടും കൊണ്ട് വന്നാൽ റീസ്റ്റോക്ക് ചോദിക്കുമ്പോൾ കിട്ടിയാലേ ഉള്ളൂ. റീസ്റ്റോക്ക് എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ ഇതെല്ലാം വന്ന് 5-8 എടുത്തുനിന്ന് വന്നാലും നമുക്ക് ഈ 8 ഐറ്റം കിട്ടുള്ളൂ. ഒത്തിരി പേരുടെ എടുത്തിട്ടാണ് ഈ 8 ഐറ്റവും 10 ഐറ്റവും ഒക്കെ കാണിക്കണ കാരണം നമുക്ക് സാരി എല്ലാ കാര്യത്തിലും നമുക്ക് ഭയങ്കര ഇത്രയും ഐറ്റം ഒരു ദിവസം കാണിക്കണ കാരണേ. അടിപൊളി അടിപൊളി. ഇത് ഭംഗിയാന്ന് നോക്കി, എന്ത് ഭംഗി. സൂപ്പർ സൂപ്പർ. കണ്ടോ, ഇതാട്ടോ പ്ലെയിൻ ആട്ടോ ബ്ലൗസ് പീസ്. അതിൻ്റെ കൈയുടെ അരികത്തും ഇങ്ങനെയുണ്ട്. 1199 ഉള്ളൂ. നല്ല സ്റ്റഫ് കേട്ടോ. ഉള്ളിലത്തെ ഞാൻ പറഞ്ഞില്ലേ, ബ്ലാക്ക്. ആ സ്റ്റഫിൻ്റെ സൗന്ദര്യം ആട്ടോ. ഇങ്ങനെ ഇത് കൂടിയ സ്റ്റഫാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ ഈ വിലയ്ക്ക് വന്നെന്ന് എനിക്കറിയാൻ പാടില്ല. കണ്ടോ, ഇത് ഭയങ്കര വില കൂടിയ സ്റ്റഫിലാണ് ഇങ്ങനെ വന്നെ. നല്ല സൂപ്പറാണ്. 1199 ഉള്ളൂ. ഇനി നമ്മളെപ്പോഴും കാണിക്കണതൊക്കെയാണ് ബ്ലൗസ് പീസാണത്. ഒരു വശത്താട്ടോ ബോർഡറുള്ളൂ. മഞ്ഞയിൽ പച്ച ബ്ലൗസ് പീസ്. 999 വരെയുള്ളൂ. സൂപ്പർ സംഭവമാണ്. ഇപ്പോൾ ഈ ഫങ്ഷനൊക്കെ നൈറ്റ് ഫങ്ഷൻ ഏറ്റവും ലുക്ക് മഞ്ഞയാട്ടോ. ബാക്കി ഇപ്പം നേവി ബ്ലൂ ഒന്നും കൊണ്ടേ നൈറ്റ് ഫങ്ഷൻ ഇടരുത്, ഇരുട്ടത്ത് നമ്മളെ തിരിച്ചറിയില്ല. മഞ്ഞയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കിട്ടണ കളർ മഞ്ഞയാണ്. ഇനിയിപ്പോൾ വേനൽ വരുമല്ലേ, കോട്ടൺ സാരിക്ക് പണ്ടത്തെ കാലത്തൊക്കെ ഒത്തിരി ഡിമാൻഡ്. ഇപ്പോൾ കോട്ടൺ സാരിയിലേക്കൊക്കെ ആൾക്കാർ കയറി തുടങ്ങി. ഒത്തിരി കോട്ടൺ സാരിക്ക് ഡിമാൻഡ്. അതെ, ചുമ്മാ ഒരു കോട്ടൺ സാരി എത്ര 590 രൂപയുള്ളൂ. പ്യുവർ കോട്ടൺ 599. 599 ആണ്. പ്യുവർ കോട്ടൺ ആണ്. നല്ല സാരിയാണ്. നല്ല ഈ കുങ്കുമത്തിൻ്റെ കളറും ഗ്രീനും എന്താ ഭംഗി. നല്ല സൂപ്പർ കളർ ചാർട്ടുകളാണ്. 599 ഉള്ളൂ. നല്ല കോട്ടൺ സാരി പ്ലെയിൻ വന്നിട്ട് അരികത്ത് ബോർഡർ എന്ന് തന്നെ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. നടുക്ക് ഇങ്ങനെ പ്ലെയിനും അരികത്തെ ബോർഡർ. പണ്ടത്തെ കാലത്തെ ഇതെപ്പോഴും മാറി മറിഞ്ഞ് വരുമല്ലോ. എന്ത് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റാണോ അത് കുറച്ച് കാലം കഴിയുമ്പോൾ പൊടി തട്ടി വരും. എന്ത് രസമല്ലേ, പെയിൻറ്റിങ് പോലെ കേട്ടോ. പ്രിൻ്റാണ് പക്ഷെ പെയിൻറ്റിങ് പോലെ. 599 ഉള്ളൂ. ബ്ലൗസ് പീസും ഉണ്ട്. നല്ല കോട്ടൺ ഇങ്ങനെ വർക്കുള്ള. വില ആകെ 599 ഉള്ളൂ. പ്യുവർ കോട്ടൺ ആണ്. ഇമ്മ ഇപ്പോൾ കൊറോണയൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറയണതെന്ന് ഓർത്ത് കടയിൽ വരാണ്ടിരിക്കുമൊന്നും വേണ്ട. ഇവിടെ ഒന്നും കൊറോണ ഇല്ല, യേശുവിൻ്റെ കൃപയാൽ. തണുത്ത വെള്ളവും ഇതൊന്നും കഴിക്കണ്ട. മുന്തിരി കളർ 599. എനിക്ക് ഇങ്ങനെ ഇതിൽ ചുമയൊക്കെ പിടിച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ വണ്ണം കുറയാൻ എക്സസൈസ് ചെയ്ത് എൻ്റെ പൊന്നുമുള്ള കാലും കൈയൊക്കെ പോക്കി തലയും കുത്തി ഇതേ ഒക്കെ ചെയ്ത് കഴുത്തിങ്ങനെ വേർക്കും. പെട്ടെന്ന് നീർക്കെട്ടിറങ്ങി ഒന്നും പറയണ്ട. അത് എക്സസൈസും ഇല്ല, ഒന്നുമില്ല. 599. ഞാൻ എക്സസൈസ് ചെയ്യുമ്പോഴത്തേനും കഴുത്ത് മുഖമൊക്കെ ഇങ്ങനെ കോച്ചി വലിച്ച പോലെ ഇരിക്കും. ചാവാരി പിടിക്കും. ശരീരത്തിൻ്റെ വണ്ണം കുറയണത് ആരും പറയണമില്ല. നീർക്കെട്ടും പിടിച്ചു. അതോടുകൂടി ഞാൻ മടുത്തു.
എക്സസൈസൊക്കെ ചെയ്യണം നല്ലതാണെന്നല്ല പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ കൈയൊക്കെ ഒന്ന് പൊക്കണമെങ്കിലേ ഇത് കളറൊക്കെ ഓർക്കണ്ടല്ലോ അല്ലേ. ഇപ്പോൾ പച്ചയും മഞ്ഞാട്ടോ ഞാൻ കാണിച്ചത്. ഞാൻ വാചകം അടിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നിങ്ങളുടെ ബെത്ത ശ്രദ്ധ ഇവിടെ ആയിരിക്കണേ. നല്ല കളർ ചാർട്ടുകളൊക്കെ ആട്ടോ. 599 അല്ലേ ഉള്ളൂ. പ്യുവർ കോട്ടറാന്ന് പറഞ്ഞാൽ ഒരു മിക്സിങ്ങും ഇല്ലാത്ത പ്യുവർ കോട്ടൺ. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ ഓണം കാണിച്ചതാണ്, എന്നിട്ട് എല്ലാവരും എടുത്തതാണ്. അത് സെൽഫ് പ്രിൻ്റ് അല്ല കാണിച്ചത്, വൈറ്റ് ആയിരുന്നു കാണിച്ചത്. പക്ഷേ ഇത് സീ ത്രൂ സാരി ആട്ടോ. ഇങ്ങനെ നിഴലടിക്കും, പക്ഷെ നിങ്ങൾ പിൻ ചെയ്താൽ മതി. 2-4 ഷെയ്ഡ് എടുത്ത് പിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് എങ്ങനെയാണ്? ബ്ലൗസ് പ്ലെയിനാണ്, അത് ഇച്ചിരി ഇറക്കി തയ്ച്ചാൽ മതി. എന്നായാലും 399 ഉള്ളൂ. നമുക്കിന്ന് സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇത് സ്കേർട്ടിനോ അല്ല ഷോളിനോ ടോപ്പിനോ പലതിനും യൂസ് ചെയ്യാം. എന്നായാലും ഇത്രയും എംബ്രോയ്ഡറി അടിക്കണമെങ്കിൽ ഈ തുണി ഒന്നും പേടിക്കേണ്ടാത്ത തുണിയാണ്. ഫ്രെയിം വലിച്ചു പിടിച്ചിട്ടാണ് ഇത്രയും എംബ്രോയ്ഡറി അടിക്കുകയുള്ളൂ. അപ്പോൾ 399 ആകെ വിലയുള്ളൂ. അത് കാരണം ഇതിന് ഭയങ്കര ഡിമാൻഡാട്ടോ. 399 രൂപയോ വിലയുള്ളൂ. നല്ല നല്ല കളേഴ്സൊക്കെയാണ്. ഇത് സെൽഫ് പ്രിൻ്റാണ്. 399 സെൽഫ് പ്രിൻ്റാണ്. അടിപൊളി സംഭവമാണ്. പ്ലെയിൻ ബ്ലൗസാണ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് വേറെ കളർ വെള്ള ബ്ലൗസൊക്കെ ഇടാം. അപ്പോൾ വൈറ്റ് ബ്ലൗസ് ഭയങ്കര ട്രെൻഡാണല്ലോ. പിന്നെ ഇങ്ങനെ സീ ത്രൂ ഇച്ചിരി വയറൊന്നും അധികം വയറില്ലാത്തവർക്ക് ഇപ്പം വയറ് കാണുന്നത് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ ആർക്കും. അതിലൊക്കെ എന്താ കാര്യമുള്ളത്? പക്ഷെ വയറിങ്ങനെ പാണ്ടി വയറാകാണ്ടിരുന്നാൽ മതി. ഇച്ചിരി ഒതുങ്ങിയ വയറാണെങ്കിൽ എൻ്റെ വയറൊന്നും കാണിക്കാൻ കൊള്ളൂല. എനിക്ക് വിഷമം. മറ്റുള്ളവർ കാണുന്നതിൽ വിഷമമല്ല, നമ്മുടെ അവയവങ്ങളൊക്കെ നല്ല ഭംഗിയിലിരിക്കണമെങ്കിൽ വണ്ണം കുറഞ്ഞിരിക്കണം. $599 നല്ല ബോട്ടിൽ ഗ്രീനിലോ പിങ്ക് പേസ്റ്റൽ പിങ്ക്. 599 ഉള്ളൂ കേട്ടോ. വില 599 ഉള്ളൂ. എന്തായോ വേറെന്തായോ ഇതിലേക്ക് തന്നേക്കണേ. അത് വിളിച്ചു നല്ല കളേഴ്സാട്ടോ. ഇതിൻ്റെ വില ആയിട്ടില്ല കേട്ടോ. 599. ഇത് 399 ആട്ടോ. 399. ആദ്യം കാണിച്ച സാരിയുടെ വിലയായിരിക്കും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് 399 രൂപയുള്ളൂ. 399 ഉള്ളൂ. 399. ഇത് സൂപ്പർ സംഭവമാട്ടോ. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ ഇതുകൊണ്ട് പല പല കാര്യങ്ങൾ നടക്കും. സ്കേർട്ടൊക്കെ അടിക്കാം, ബ്ലൗസ് അടിക്കാം, ഫംഗ്ഷന് ഒരു ക്രേപ്പിൻ്റെ ലൈനിങ് ഇട്ടാൽ മതി. സാധനം ആകെ എത്രയും 399 അല്ലേ ഉള്ളൂ. എല്ലാം അടിപൊളി കളേഴ്സാട്ടോ. രണ്ടുമൂന്നെണ്ണം ഇട്ടിട്ട് ഏതെങ്കിലും കിട്ടുമെന്ന് ചോദിക്കും. ഒരെണ്ണം പറ്റി നോക്കിക്കൊണ്ടിരുന്നാൽ കിട്ടുമെന്ന് തോന്നല്ല. സ്ക്രീൻഷോട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തിട്ടേ ഇത് ഈ സാരി ഇതും പ്രസൻറ്റ് കൊടുക്കാനൊക്കെ നല്ലതാണ്. ഇങ്ങനെ വില കുറവാണെങ്കിലും ഞാൻ വില കുറഞ്ഞത് കാണിക്കണതിൽ ആ വില കുറഞ്ഞതാണെങ്കിലും ഇത് നല്ലതായിട്ടാണ്. ചൂടൊന്നുമില്ല. 399 299 രൂപയുള്ളൂ. അങ്ങനെ നിഴലും അടിക്കില്ല. എന്നാൽ സോഫ്റ്റാണ്. സോഫ്റ്റ് സിൽക്കുവാണ്. അപ്പോൾ ഈ വിലയ്ക്ക് ഇത് കാണാനും ബാത്തിക്കിൻ്റെ പ്രിൻ്റൊക്കെയാണ് കാണാനും നല്ലതാണ്. 299 രൂപയല്ലേ ഉള്ളൂ. അത് വെച്ച് കാണിക്കണതാണ്. ഇതിൻ്റെ ബ്ലൗസ് ഇത് ഇങ്ങനെ ഒരു ഡിസൈനാണ്. ബ്ലൗസ് മുറിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ ഒരു ഡിസൈനാണ്. 299 ആകെ വിലയുള്ളൂ. വൈറ്റ് ബ്ലൗസൊക്കെ ഇട്ടാൽ മതി. ഇപ്പോൾ വൈറ്റ് ബ്ലൗസ് ഇടുമ്പോൾ ഫാഷനും ആവുമല്ലോ. അപ്പോൾ നല്ല 299 ഗ്രാൻഡ് ലുക്കാവും. പണ്ട് ഞങ്ങളൊക്കെ ഹോസ്റ്റലിലായിരുന്നു. അപ്പം എപ്പോഴും ഏറ്റവും വില കുറഞ്ഞ എല്ലാം സെറ്റ് ചെയ്യുമായിരുന്നേ. അപ്പോൾ എല്ലാം വില കുറഞ്ഞ അതീവ മനോഹരമായിട്ട് അവരൊക്കെ സെറ്റ് ചെയ്ത് നോക്കുക. ഭയങ്കര സ്കേർട്ടും ബ്ലൗസും ഒക്കെ ചുമ്മാ കോട്ടൺ സാരിയൊക്കെ മേടിച്ചിട്ട് ഞെറിവിട്ടന്ന് സ്കേർട്ടും ബ്ലൗസും ആയിരുന്നു ഫാഷൻ. എന്തൊരു ഭംഗിയായിരുന്നു. ഒരിടത്തും കാണുമല്ലോ കോട്ടൺ സാരിയിലൊക്കെ. പിന്നെ സാരി വെട്ടി സ്കേർട്ട് അടിച്ചിട്ട് ബ്ലൗസൊക്കെ തയ്ച്ച് അന്നൊക്കെ അങ്ങനെയല്ലായിരുന്നു. അപ്പം അതിനൊക്കെ വല്ലോ ഇത് കണ്ട ഒരു നല്ല സിൽക്ക് സാരി പോലെ അല്ലേ. 299 എന്ത് ഭംഗിയാ അല്ലേ.
നല്ല ഭംഗി കേട്ടോ. 299 ഉള്ളൂ. അടിപൊളി സംഭവമാണ്. പിന്നെ നമ്മുടെ റണ്ണിങ്ങിൻ്റെ വീഡിയോയുടെ ഇപ്പോഴും ഒത്തിരി റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിലൊക്കെ ചോദിച്ചോ. അടുത്ത റണ്ണിങ് ഇറങ്ങവരെ നമുക്കത് കുറേ സാധനം റീസ്റ്റോക്ക് വരുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഇതെല്ലാം 299. നല്ല വാടാമുള്ള കളർ. നല്ല യെല്ലോ. എല്ലാം അടിപൊളിയാട്ടോ, എല്ലാം അടിപൊളിയാണ്. ഇനി ഒരു പ്ലെയിൻ സാരി മൾട്ടി കളർ. ഇത് നേരത്തെ നമ്മളൊന്ന് റീസ്റ്റോക്ക് ചെയ്താൽ എല്ലാവർക്കും, അല്ല നേരത്തെ ഇട്ടതായിരുന്നു, റീസ്റ്റോക്കാം. എത്ര? 599 രൂപയുള്ളൂ. മൾട്ടി കളർ. ഓ എന്താ ഭംഗി. ഈ പ്ലെയിൻ റണ്ണിങ് പോലെയാട്ടോ. ബ്ലൗസ് പീസൊന്നും ഇതിന് പ്രത്യേകം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. 599 രൂപയുള്ളൂ. ഇത് കണ്ടോ എന്തൊരു രസമാണ്. എൻ്റെ കളർ സ്റ്റാർട്ടുണ്ട്. ഇത് ഇവിടെ നോക്കി. 599 രൂപയുള്ളൂ. ഗ്രാൻഡ് സംഭവമാണ്. അടിപൊളി. നല്ല തുടുത്താലും അടിപൊളിയായിരിക്കും. അടിപൊളി സംഭവമായിട്ട് അടിപൊളി. പൗലോപ്പിനോട് എന്തെങ്കിലും കാണിച്ചോട്ട് വാ എന്നൊക്കെ പറയും. എന്ത് പറഞ്ഞു കൊടുത്താലും പൗലോപ്പിൻ്റെ റീയടിക്കും. എൻ്റെ ദൈവം രസമാണ് പൗലോപ്പിൻ്റെ കാര്യം. എന്നെ ഒന്നും വലിയ മൈൻഡില്ല. പൊന്നെ തങ്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണമല്ലാണ്ട് വലിയ ഇങ്ങനെ വല്ലപ്പോഴും അല്ലേ കാണുള്ളൂ. ടാറ്റ ഉണ്ടാകുന്ന പറഞ്ഞാൽ ഇച്ചിരി തരാൻ എൻ്റെ കയ്യിൽ പോലും. അത്രയേ ഉള്ളൂ. 599. സൂപ്പർ 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 സൂപ്പർ. അടിപൊളി കളേഴ്സൊക്കെ ആട്ടോ. അപ്പോൾ വീഡിയോ തീർന്നെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകല്ലേ. ഒരു ഉപകാരം ചെയ്യാം. ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്താൽ എനിക്ക് എന്ത് അനുഗ്രഹമാകും. ഞങ്ങളുടെ സമ്മാനവും കിട്ടും. അതുകൂടാണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇൻസ്റ്റയിലും യൂട്യൂബിലും മറക്കരുത് കേട്ടോ. യൂട്യൂബിൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.